ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു കുപ്പി വെള്ളം കൊണ്ട് ഒരു വീട് മുഴുവനായിട്ട് നമുക്ക് തുടക്കാൻ സാധിക്കും. കാരണം ഇത് മൈക്രോ ഫൈബർ എന്ന് പറഞ്ഞ ക്ലോത്ത് ആണ്. കണ്ടോ, ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ അത് പോയി. AC 2 hours നമ്മൾ ഡെയിലി യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു 50 ലിറ്റർ ചൂടുവെള്ളം. ബനാന ചിപ്സിൻ്റെത്, പഴം ചിപ്സിൻ്റെത്, പിന്നെ ഇതൊക്കെ വറുത്തെടുക്കാനുള്ള അടുപ്പുകൾ. F0 എന്നുള്ളത് കൊച്ചി മറൈൻ ഡ്രൈവിലാണ് മനോരമ ക്വിക്ക് കേരള നടത്തിക്കൊണ്ടിരിക്കുന്ന മെഷീനറീസ് ആൻഡ് ട്രേഡ് എക്സ്പോയിലുള്ളത്. ഇവിടെ വന്ന സമയത്ത് കാണാൻ സാധിച്ചിട്ടുള്ളത് മെഷീനറികളുടെ ഒരു വലിയ ലോകം തന്നെയാണ് കേട്ടോ. അത്രമാത്രം മെഷീനറികളാണ് ക്വിക്ക് കേരള ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ, സംരംഭം തുടങ്ങിയിട്ട് പുതിയ മെഷീനറീസ് അന്വേഷിക്കുന്നവർക്ക് അവർക്കൊക്കെ പറ്റിയ ഒരു ഇടം തന്നെയാണ് നമ്മൾ ഇന്ന് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ മെഷീനറീസ് ആണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാഴ്ചകൾ നമ്മൾ കാണാൻ പോകുന്നത്. നേരെ മെഷീനറീസിന്റെ വിശേഷങ്ങളിലേക്ക്. ഞങ്ങൾ ചിൽട്ടൺ റെഫ്രിജറേഷൻ എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്നാണ്, എറണാകുളത്തുള്ള കമ്പനിയാണ്. പുതിയൊരു പ്രോഡക്റ്റ് ഞങ്ങൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത് DPAC എന്ന് പറയും, ഡ്യുവൽ പർപ്പസ് AC. ഇത് 1.5 ടൺ AC, നോർമൽ നമ്മുടെ സ്പ്ലിറ്റ് AC ആണ്. ഇതിൻ്റെ ഇൻഡോർ യൂണിറ്റ് ആണ് ഇത്. ഔട്ട്ഡോർ യൂണിറ്റിൽ നിന്നാണ് നമ്മൾ ചൂടുവെള്ളം ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും. ഇത് AC 2 hours നമ്മൾ ഡെയിലി യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു 50 ലിറ്റർ ചൂടുവെള്ളം അറ്റ് 60 to 70 ഡിഗ്രി ടെമ്പറേച്ചറിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. സോ ഓവറോൾ പവർ സേവിംഗ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ 61% പവർ സേവിംഗ് ഉണ്ട്. 1.5 ടൺ AC-യുടെ പവർ യൂസേജ് എന്ന് പറയുന്നത് 1 ടൺ AC-യിലും കുറവാണ്. 924 വാട്ടേ ഇത് കൺസ്യൂം ചെയ്യുന്നുള്ളൂ. ആവശ്യം വന്നാൽ ഇതൊരു UPS-ലും റൺ ചെയ്യാം ഈ AC, ബിക്കോസ് പവർ ഇസ് ലെസ് ദാൻ 1.1 kilowatt. പ്ലസ് വിത്തൗട്ട് എ ബോയിലർ യു വിൽ ഗെറ്റ് ഹോട്ട് വാട്ടർ ഫ്രീ. സോ ടോട്ടലി 61% സേവിംഗ് ഉണ്ട് ഞങ്ങളുടെ ഈ AC-ൽ. ഇത് പുതിയൊരു ഇന്നോവേഷനാണ്. ഞങ്ങൾ ലാസ്റ്റ് ജാനുവരി മുതൽ ലോഞ്ച് ചെയ്തതാണ് കേരള മാർക്കറ്റിൽ. AC യൂസ് ചെയ്യുമ്പോഴാണ് ചൂടുവെള്ളം കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ വിൻ്റർ ക്ലൈമറ്റിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ വിത്തൗട്ട് AC ആണെങ്കിൽ നമുക്ക് ഇതൊരു സ്റ്റാൻഡ് ബൈ ബോയിലറും ഉണ്ട്, ഹീറ്ററും ഉണ്ട്. വേണമെങ്കിൽ ചൂടുവെള്ളം വേണമെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതാണ് സ്മാർട്ട് ക്ലീനർ. അത് ഞങ്ങളുടെ ഓഫീസ് എന്ന് പറയുമ്പോൾ കാക്കനാട് അത്താണിക്കാണ്, സാൻ ബോഡി ഇലക്ട്രിക്കൽസ് എന്ന് പറയും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു കുപ്പി വെള്ളം കൊണ്ട് ഒരു വീട് മുഴുവനായിട്ട് നമുക്ക് തുടക്കാൻ സാധിക്കും. ഇതാകുമ്പോൾ കറണ്ടോ ബാറ്ററി ഒന്നും വേണ്ട, വെള്ളം ഫുള്ള് നിറക്കാം. ഇപ്പോൾ ലിക്വിഡ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇതിൽ തന്നെ ഒരു 3-4 തുള്ളി ലിക്വിഡ് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഇത് നേരെ ഇതിനകത്തേക്ക് പ്രസ് ചെയ്ത് വെക്കുക. ഇത് നമ്മൾ ചെയ്യേണ്ട ഹാൻഡിലിൽ ഒരു ലിവർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലിവർ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഇതേപോലെ വെള്ളം മഞ്ഞ് പോലെ തറയിൽ വന്ന് വീഴും. കണ്ടോ, മഞ്ഞ് പോലെയാണ് വെള്ളം തറയിൽ വന്ന് വീഴുന്നത്. ഇത് ഫ്ലോറിൽ വയ്ക്കുക, സ്പ്രേ ചെയ്യുക, നേരെ തുടച്ചുടച്ച് പോകാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എത്ര ചെളിയുടെ അടിയിൽ പിടിച്ചാലും അത് വേറെ സ്ഥലത്തേക്ക് സ്പ്രെഡ് ആവില്ല. കാരണം ഇത് മൈക്രോ ഫൈബർ എന്ന് പറഞ്ഞ ക്ലോത്താണ്. കണ്ടോ, ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ അത് പോയി. ഇത് കഴുകാതെ തന്നെ നമുക്ക് അടുത്ത തറ കൊടുക്കാം, അങ്ങോട്ട് സ്പ്രെഡ് ആവില്ല. ഇത് കഴുകേണ്ടത് എപ്പോഴാന്ന് പറഞ്ഞാൽ ഒരു 1000 സ്ക്വയർ അല്ലെങ്കിൽ ഒരു വീട് മുഴുവനും തുടച്ചതിന് ശേഷം ഇത് മാത്രം കൊണ്ട് കഴുകിയെടുക്കാം. ഇതിൻ്റെ പേരാണ് മൈക്രോ ഫൈബർ ക്ലോത്ത് എന്ന് പറയുന്നത്. ഫ്ലോർ മാത്രമല്ല, ഇതുകൊണ്ട് തന്നെ നമുക്ക് ബാത്റൂമിൻ്റെ വാൾ ടൈല്, ജനലിൻ്റെ ചില്ല്, പെയിൻ്റ് അടിച്ച ഭിത്തികൾ നമുക്ക് എവിടെ വെച്ചാലും സ്പ്രേ ചെയ്ത് നിലത്ത് നിന്നുകൊണ്ട് തന്നെ നമുക്ക് അത് തുടച്ചെടുക്കാൻ സാധിക്കും. ഇനി അത് മാത്രമല്ല, മറ്റുള്ള മോപ്പ് പോലെ വലിച്ചു കഴിഞ്ഞാൽ മറ്റേത് ഒടിഞ്ഞു പോകും. ഇത് ഊരിപ്പോരുള്ളൂ, ഇത് ഒടിഞ്ഞു പോകത്തില്ല. കണ്ടോ, എത്ര കംപ്ലയിൻറ്റ്. പിന്നെ അത് മാത്രമല്ല, കംപ്ലയിൻറ്റ് വരാതിരിക്കാൻ വേണ്ടി നമ്മളിവിടെ സ്പ്രിങ് കൊടുത്തിട്ടില്ല. അതിന് പകരം ഞങ്ങൾ ഉള്ളിലുള്ള നീഡിലാക്കിയിരിക്കുകയാണ്. കാരണം ഇവിടെ സ്പ്രിങ് ഇല്ല. കണ്ടോ, സ്പ്രിങ് ആണെങ്കിൽ കുറേ കാലം കഴിയുമ്പോൾ പൊട്ടിപ്പോകും. ഇത് ഉള്ളിലൂടെ നീഡിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ക്ലോത്ത് മാത്രമല്ലാതെ തന്നെ ഇതിൽ നമുക്ക് എന്തും നമുക്ക് ലോക്ക് ചെയ്യാം. തോർത്ത്, ടർക്കി, ഷാൾ. ഇതുണ്ടോ, ഞാൻ ഈ ഭാഗത്തൊന്ന് ഫിറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇത് എവിടെ വെച്ചാലും ഈ സാധനം അവിടെ ലോക്കായിട്ടിരിക്കും. അത്രയും പവർഫുൾ ഐറ്റംസാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഞങ്ങൾ പുറത്ത് കൊടുക്കുന്നത് 1950 രൂപക്കാണ്. ഇപ്പോൾ ഇവിടുന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ 1400 രൂപ വാങ്ങിക്കത്തുള്ളൂ. ഒരു ക്ലോത്ത് നമ്മൾ ഫ്രീ കൊടുക്കുന്നുണ്ട്. 1 വർഷത്തെ റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടിയും കൊടുക്കുന്നുണ്ട്. ഞാൻ സണ്ണി ജോസഫ്, നമ്മുടെ കമ്പനി നെയിം ഏഷ്യൻ പാക്കിംഗ് മിഷനറി പ്രൈവറ്റ് ലിമിറ്റഡ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മലയാളം മനോരമ ഒരുക്കുന്ന മിഷനറി ആൻഡ് ട്രേഡ് എക്സ്പോ സ്റ്റാളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്ന് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന മിഷൻ, നമ്മൾ ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റായിട്ട് മാനുഫാക്ചർ ചെയ്ത മിഷനാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ മിഷനിൽ നമ്മൾ ബണ്ണാണ് പാക്ക് ചെയ്യണത്. സിംഗിൾ ബണ്ണ്, 4 ബണ്ണ്, 6 ബണ്ണ്. ഈ മിഷനിൽ നമുക്ക് കുബൂസ്, പൊറോട്ട, കേക്ക്സ് എന്നിങ്ങനെ വെറൈറ്റി ഒരുപാട് പ്രൊഡക്റ്റുകൾ പാക്ക് ചെയ്യുന്ന മിഷനാണ് ഞാനിന്ന് നിങ്ങളെ കാണിക്കുന്ന മിഷൻ. അടുത്തതായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്ന മിഷൻ കോളർ ടൈപ്പ് സെർവോ ബാഗർ വിത്ത് 14 ഹെഡ് വയർ മിഷൻ. ഈ മിഷൻ ഇന്ന് ഇന്ത്യക്കകത്തും വിദേശത്തും ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള മിഷനാണ്. ഈ മിഷനിൽ നമുക്ക് എല്ലാ തരം ചിപ്സ്, മിക്സർ, പൾസസ്, ഡ്രൈ നട്ട്സ്,
അവല്, സോയ എല്ലാത്തരം ഫ്രീ ഫ്ലോ പ്രൊഡക്റ്റുകളും പാക്ക് ചെയ്യുന്ന മെഷീനാണ് ഈ കോളർ ടൈപ്പ് 14 ഹെഡ് വയർ. ഞാൻ ബേക്ടെക് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. KMK ബേക്ടെക് എന്നാണ് ഞങ്ങളുടെ കമ്പനിയുടെ പേര്. കമ്പനി മെയിനായിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേക്കറിയിലേക്ക് വേണ്ടുന്ന എണ്ണ പലഹാരങ്ങൾക്ക് വേണ്ടുന്ന മെഷീനറീസാണ് ഞങ്ങൾ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. ഞങ്ങളുടെ ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിൽ എരഞ്ഞോളിപ്പാലം എന്ന സ്ഥലത്താണ്. ഞങ്ങളുടെ അടുത്തുള്ള മെഷീനറീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സവാള കട്ട് ചെയ്യേണ്ടത്, മിക്സ്ചർ ഉണ്ടാക്കുന്നത്, പിന്നെ കപ്പ കട്ട് ചെയ്യേണ്ടത്, കപ്പയുടെ തന്നെ സ്റ്റിക്ക് ടൈപ്പ് ചിപ്സ് ചെയ്യുന്നത്, ബനാന ചിപ്സിൻ്റെത്, പഴം ചിപ്സിൻ്റെത്, പിന്നെ ഇതൊക്കെ വറുത്തെടുക്കാനുള്ള അടുപ്പുകൾ, പിന്നെ കടലമുട്ടായുടെ മെഷീനറീസ്, അങ്ങനെയുള്ള ഒരുവിധം എല്ലാ ഐറ്റംസുകളാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആവശ്യാനുസരണം കസ്റ്റമേഴ്സിൻ്റെ ആവശ്യാനുസരണം ഞങ്ങൾ മെഷീനറീസ് മാനുഫാക്ചേഴ്സ് ചെയ്ത് കൊടുക്കാറുമുണ്ട്. എൻ്റെ പേര് സമേഷ് എന്നാണ്. ഞാൻ ആൻഡ് ടെക്നോളജീസ് ബാംഗ്ലൂരിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്താണ് ഇവിടെ നിൽക്കുന്നത്. ഓക്കെ, ഞങ്ങളുടെ കമ്പനി മെയിനായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീഡ്സ് അല്ലെങ്കിൽ ബേക്കറിക്ക് ആവശ്യമായിട്ടുള്ള മെഷീൻസ് ആണ് ചെയ്യുന്നത്. നമ്മുടെ ഏറ്റവും പ്രീമിയം മെഷീൻ എന്ന് പറയുന്നത് ജിലേബി, ജാങ്കരി അല്ലെങ്കിൽ ഇമർത്തി ഉണ്ടാക്കുന്ന മെഷീനാണ്. പിന്നെ നമുക്ക് ബിസ്ക്കറ്റിൻ്റെ ടൈഗർ ബിസ്ക്കറ്റ്, പാർലജി അങ്ങനെ ബ്രാൻഡഡ് ബിസ്ക്കറ്റുകൾ ഉണ്ടാക്കുന്ന മെഷീനുണ്ട്. അതിനകത്ത് തന്നെ നമുക്ക് പേടയും ചെയ്യാം, മിൽക്ക് പേടയൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ കുക്കീസിൻ്റെ 4-in-1 കുക്കീസ് മെഷീനുണ്ട്. ജിലേബി മെഷീൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മെഷീനകത്ത് നമുക്ക് ഏകദേശം ഒരു 6-12 ഡിഫൈനോളം നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്ത് നമുക്ക് പ്രൊഡക്ഷൻ കപ്പാസിറ്റി പറയുന്നത് നമുക്ക് 200 മുതൽ 1000 എണ്ണം വരെ ഒരു മണിക്കൂറിൽ നമുക്ക് ഉണ്ടാക്കാവുന്ന മെഷീൻസ് വരെ നമ്മൾ ചെയ്തിട്ടുണ്ട് പല മോഡലായിട്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്തേക്കുന്നത് 500 എണ്ണം നമുക്ക് ഒരു മണിക്കൂർ ചെയ്യാൻ പറ്റുന്ന മോഡലാണ്. സോ ഇതിൽ നമുക്ക് ഡിഫൈൻസ് 6 ഡിഫൈൻ നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡിഫൈൻ സെലക്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് അതിനകത്ത് ഇപ്പം ചെറുതാണെങ്കിൽ വലുത്, അല്ലെങ്കിൽ ചെറിയ പൂവ്, മിനി ജാങ്കരി ഒക്കെ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും മനോരമ കേരള മെഷീനറി ആൻഡ് ട്രേഡ് എക്സ്പോ സീസൺ 3 2023 സ്വാഗതം. 2 ദിവസങ്ങളിലായിട്ട് കൊച്ചി മെറൈൻ ഡ്രൈവിൽ മെഷീനറി ആൻഡ് ട്രേഡ് എക്സ്പോ നടന്നു വരികയാണ്. നല്ല രീതിയിൽ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാവരും ഈ ഞങ്ങളുടെ ഈ ഒരു മേളയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നല്ല ജനപ്രവാഹമാണ്. ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്ത രീതിയിൽ ആൾക്കാർ ഇതിനകത്ത് ഉൾക്കൊണ്ടു. ഒരുപാട് സെയിൽ നടന്നു. എല്ലാ മെഷീനറി എക്യുപ്മെൻറ്റ്സ് കൊണ്ടുവന്ന ഞങ്ങളുടെ പാർട്ടിസിപ്പൻസും വളരെ ഹാപ്പിയാണ്. ഇത് 3ാമത്തെ സീസണാണ്. ആദ്യത്തെ സീസൺ നമ്മൾ കോഴിക്കോടായിരുന്നു ചെയ്തത്, ഏകദേശം 70 സ്റ്റോളുമായിട്ട്. കഴിഞ്ഞ തവണ നമ്മൾ 138 സ്റ്റോളുമായിട്ട് മെറൈൻ ഡ്രൈവിൽ തന്നെ നമ്മൾ ചെയ്തു. ഏകദേശം 67,000 പേര് വന്നിരുന്നു. ഈ തവണ ഇന്ന് 16-ാം തീയതിയാണ്, നവംബർ 16-ാം തീയതിയാണ്. ഇന്നലെ ആരംഭിച്ചു. ഇന്നലെ രാവിലെ 11 മണി മുതൽ ഇന്നലെ വൈകുന്നേരം 8 മണി വരെ ആയിരുന്നു നമ്മളുടെ ഈവൻറ്റ്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10,000-ത്തിലധികം ആൾക്കാർ നമ്മളുടെ ഈ പരിപാടിയിലേക്ക് ഇന്നലെ തന്നെ എത്തിക്കഴിഞ്ഞു. 225 സ്റ്റോളുകൾക്ക് ഞങ്ങൾ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തതിലധികം സ്റ്റോളുകൾ ഞങ്ങൾ ഇവിടെ ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞു. അപ്പോൾ കൂടുതലും പേര് ഞങ്ങളോട് ഇപ്പോഴും എൻക്വയറി ചെയ്ത് വരുന്നുണ്ട്. അല്പം ടേബിൾ സ്പേസ് എങ്കിലും തരാമോ, ചെറിയൊരു മെഷീനാണ്, എക്യുപ്മെൻ്റ് ആണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ദയവായി ക്ഷമിക്കുക, അടുത്ത തവണ ഞങ്ങൾ ഇതിലും ഗംഭീരമായിട്ട് വലിയൊരു ഇവൻറ്റ്, ഇവിടെ 3 ഏക്കറിൽ 2.5 ഏക്കർ ഞങ്ങൾ ഇതിനകത്ത് പന്തലിട്ട് കഴിഞ്ഞു. അടുത്ത തവണ ഇതിലും വലിയൊരു പരിപാടി ഞങ്ങൾ ചെയ്യും. ഞങ്ങൾ ഉടനെ തന്നെ അടുത്ത വർഷം ആരംഭത്തിൽ കോഴിക്കോട് ഒരു ചെറിയ പരിപാടി, എല്ലാവരും അവിടെ ചോദിക്കുന്നുണ്ട്, നോർത്തിൽ എന്താ നിങ്ങൾ വരാത്തത്, മലയാള മനോരമ എന്താ അവിടെ ചെയ്യാത്തത്. അതുകൊണ്ട് ഞങ്ങൾ ഈ വർഷം അവസാനം ഇല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യം ഞങ്ങൾ കോഴിക്കോട് ഒരു വമ്പൻ പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട്. നമുക്ക് അകത്തേക്ക് പോയി കഴിഞ്ഞാൽ പലതരം പാക്കിംഗ് മെഷീനുകൾ നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ജിലേബി ഉണ്ടാക്കുന്ന മെഷീനുകൾ, പലതരം ബേക്കറി എക്യുപ്മെൻറ്റുകളുണ്ട്, പേപ്പർ ഉണ്ടാക്കുന്ന മെഷീനുകളുണ്ട്, വാട്ടർ പ്യൂരിഫയറുകൾ വിവിധ തരമുണ്ട്. അങ്ങനെ ഒരുപാട് മെഷീനുകളുടെ ഒരു വൻ ശേഖരമാണ്. പവർ ടൂൾസിൻ്റെ സെയിൽസ് ഇവിടെ നടക്കുന്നുണ്ട്. മെഷീനറികൾ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കും, അത് കാണാൻ സാധിക്കും എങ്ങനെയാണ് ഇതിൻ്റെ മുമ്പോട്ടുള്ളത്. പിന്നെ പലതരം ബിസിനസ് ഐഡിയാസ്. ഇപ്പോൾ കേരളത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിദേശത്തേക്ക് കുട്ടികൾ പോവുകയാണ്. പക്ഷെ നമുക്കിവിടെ അങ്ങനെ പോകുന്ന ഒരു സ്ഥിതിയിൽ കേരളത്തിൽ ഒരു ലിക്വിഡ് മണി ഫണ്ട് ഫ്ലോ വരണം, മാർക്കറ്റ് നന്നാവണം. അങ്ങനെ വരുമ്പോൾ ഞങ്ങളിത് ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ പുതിയ ഓൺട്രപ്രണേഴ്സ് വരണം, വ്യവസായം വരണം. ഇപ്പം നമ്മളുടെ 1 ലക്ഷം വ്യവസായങ്ങൾ നമുക്ക് കഴിഞ്ഞ വർഷം ഗവൺമെൻറ് ഓഫ് കേരള ഉണ്ടാക്കി. നമുക്ക് ഇനിയും അതിൽ കൂടുതൽ വ്യവസായങ്ങൾ കൊണ്ടുവരണം. അതിന് പുതിയതായിട്ടുള്ള ഓൺട്രപ്രണേഴ്സ് നമ്മളുടെ ഈ ഒരു ഇതിലേക്ക് വരണം. അതിന് അവരെപ്പോഴും പറയുന്നത് ഇവിടെ മെഷീനറികളില്ല, ഇതിന് പ്രൊഡക്ഷൻസ് ഇല്ല, ഡീലർമാരില്ല, ഡിസ്ട്രിബ്യൂട്ടർമാരില്ല. അവരെ എല്ലാവരെയും ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരാനാണ് മനോരമ കേരള ഈ ഒരു സംരംഭവുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് വന്നിരിക്കുന്നത്. നവംബർ 15-നാണ് നമ്മളിത് തുടങ്ങിയത്. നവംബർ 18-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് 8 മണി വരെ നമ്മളിവിടെ ഓപ്പണാണ്. എല്ലാവർക്കും ഞങ്ങളുടെ യന്ത്രങ്ങളുടെ ലോകത്തേക്ക് സ്വാഗതം.